താഴോട്ടും മേളോട്ടും വരുന്ന കട്ട് ചെയ്ത് കൊള്ളിക്കേണ്ടി വരുമ്പോഴത്തേന് ഇത് തന്നെ നീളം. ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് നമ്മൾ ഒരുപാട് പേര് കമൻറ്റിലൊക്കെ എഴുതി ചോദിച്ചതിൻ്റെ പുറത്ത് ചെയ്ത വീഡിയോ ആണ്. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ മൊത്തം ഉൾപ്പെടുത്തിയില്ല. ഇതിൽ നമ്മൾ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ചരിഞ്ഞ് വരുന്ന അനുസരിച്ചുള്ള കട്ടിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 480, നീളം വരുന്നത് 880 നീളം കിട്ടുന്നത് നമുക്ക്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഡിഗ്രി ചരിഞ്ഞ് വരുന്ന ആംഗിൾ എത്ര ആംഗിളിലാണ് ചരിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സയൻറ്റിഫിക്കൽ കാൽക്കുലേറ്റർ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഷിഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, സൈഡിൽ കാണുന്ന 2 അമ്പ് ബട്ടൺ, അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്കിവിടെ tan-1 എന്ന് കാണിക്കും. tan-1 ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഹൈറ്റ് അടിച്ചു കൊടുക്കുക 480. 480 അടിച്ചതിന് ശേഷം നമ്മുടെ ഹരണം അടിക്കുക. ഹരണം ഇട്ടതിന് ശേഷം 880 എന്നുള്ള നീളം അടിച്ചു കൊടുക്കുക. നീളം അടിച്ചു കൊടുത്തതിന് നമുക്ക് കിട്ടുന്ന ചരിവെന്ന് പറയുമ്പം നമ്മൾക്ക് ചരിഞ്ഞിരിക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 28 ഡിഗ്രിയിൽ ചരിഞ്ഞാണ് നമ്മുടെ ഈ ട്യൂബ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ജോയിൻറ്റും വരുമ്പോഴത്തേന് ഈ 2 ജോയിൻറ്റും എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കിട്ടിയ 28 ഉണ്ടല്ലോ, അതിനെ നേരെ 2ആയിട്ട് ഭാഗിക്കുക. കിട്ടിയ ആ ചരിവിനെ 2ആയിട്ട് ഭാഗിച്ച് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 14ആണ്. ആ 14നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മുടെ ഷിഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, ഷിഫ്റ്റ് ബട്ടണിൽ ടച്ച് ചെയ്യുക. ഷിഫ്റ്റ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോഴത്തേന് ഇപ്പുറത്ത് tan-1 എന്നുള്ളത് മാറി വെറും ടാൻ കാണിക്കും. ആ ടാൻ ഈ 14ൻ്റെ ഫ്രണ്ടിൽ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ടാൻ അടിച്ചിട്ട് 14 എന്നുള്ള അടിക്കുക. അടിച്ചതിന് ശേഷം ഗുണിക്കുക. ഗുണിച്ചതിന് ശേഷം നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ട്യൂബാണ്, 2 ഇഞ്ചിൻ്റെ ട്യൂബാണ് ഉദ്ദേശമെങ്കിൽ നമ്മളവിടെ കൊടുക്കുന്നതെങ്കിൽ ആ ട്യൂബിൻ്റെ കനം 50 mm അടിക്കുക. 50 mm എന്നുള്ളത് 50 mm അടിക്കുമ്പോൾ നമുക്ക് 12 mm ആണ് ഇതിനകത്ത് കട്ട് ചെയ്യാൻ കാണിക്കുന്നത്. 12 mm ഒരു ട്യൂബിൻ്റെ സൈഡിൽ ചരിച്ച് കട്ട് ചെയ്യാൻ. അപ്പോൾ 2 ട്യൂബിൻ്റെയും 12 mm വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തിട്ട് 2 ട്യൂബും മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മില്ലി പോലും ഗ്യാപ്പില്ലാതെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കണ്ടെത്തുന്ന രീതിയും കട്ടിങ് കണ്ടെത്തുന്ന രീതി ഇതാണ്. അടുത്ത നമ്മൾ ഇതിനകത്ത് നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇപ്പം ഈ ഒരു രീതിയിലുള്ള ആംഗിളിൽ വരുന്ന കട്ടിങ്ങാണ് നോക്കുന്നത്. എന്ന് പറയുമ്പോൾ മേളിൽ ഒറ്റ ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റ് തന്നെയാണ് താഴെ നീളമായിട്ട് വരുന്നതെങ്കിൽ ഈ രണ്ടും ഒരു കട്ടിങ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് നീളം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ കാണിക്കുന്ന വശത്തെ കട്ടിങ്ങിൻ്റെ ടേപ്പർ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പം അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് നീളം ഹൈറ്റായിട്ട് അടിക്കുക. 880 എന്നുള്ള ഹൈറ്റ് അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മുടെ 480 നീളമായിട്ട് അടിക്കുക. അപ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേന് അന്നേരം നമുക്ക് കിട്ടിയ ചരിവ് എന്ന് പറയുമ്പോൾ 61ആണ് നമ്മുടെ ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 61നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, സാധാ ടാൻ അടിച്ച് അതിനെ ഗുണിക്കുക. 50 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേന് നമുക്ക് അവിടെ ടേപ്പർ കട്ടിങ് കിട്ടുന്ന 91 mm ആണ് ടേപ്പർ കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അത്രയും വലിയ ടേപ്പറാണ് അവിടെ വരുന്നത്. തിരിച്ച് ഹൈറ്റ് അടിച്ചപ്പോഴത്തേന് നീളം എടുത്ത് ഹൈറ്റ് അടിച്ചപ്പോഴത്തേന് നമുക്ക് ഡിഗ്രി വ്യത്യാസം വന്ന 61. അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് തന്നെ ഈ കട്ടിങ് താഴോട്ടും മേളോട്ടും വരുന്ന കട്ട് ചെയ്ത് കൊള്ളിക്കേണ്ടി വരുമ്പോഴത്തേന് ഇത് തന്നെ നീളം എടുത്ത് ഹൈറ്റായിട്ട് അടിക്കിയിട്ട് നമുക്ക് 61 കിട്ടുന്ന 61നെ 2ആയിട്ട് വായിക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 61നെ 2ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 30 ഡിഗ്രി. ആ 30നെ വേണം നമ്മൾ പിന്നെ 50 കൊണ്ട് ഗുണിക്കാനായിട്ട്. 50 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 29ആണ് നമുക്ക് കട്ടിങ് അളവ് കിട്ടും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഏതളവും കട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ അടിച്ച് നമ്മൾ സാധാ ചെയ്യുന്ന ടാൻ ഡിഗ്രി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അത് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യുക. ഗുണം അടിച്ചു കഴിഞ്ഞാൽ എത്രേൻ്റെ 100ൻ്റെ ട്യൂബാണ്, 100ൻ്റെ ട്യൂബ് അത് 200ൻ്റെ ആണെങ്കിലും 300ൻ്റെ ആണെങ്കിലും ഹൈ സെക്ഷൻ്റെയൊക്കെ ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് കട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണിത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.